ഞാൻ അവിടെ പോയിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ അവിടെ പോയിട്ടുണ്ട്, ഞാൻ അവിടെ പോവും അല്ലേ. അപ്പോൾ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പല ഫോംസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഗോ, ഗോസ്, വെൻറ്റ്, ഗോൺ. അപ്പോൾ ഈ ഫോംസ് ഒക്കെ കറക്റ്റായിട്ട് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഗോ മീൻസ് ഗോ, പോവുക അല്ലേ, പോവുകയാണ്. അപ്പോൾ നൗ യു ആർ വാച്ചിങ് മൈ ചാനൽ ലേൺ ആൻഡ് ഗ്രോ വിത്ത് മീ. അപ്പോൾ ഗോ എന്ന് വെച്ചാൽ പോവുക അല്ലേ. അപ്പോൾ ഇത് ബേസ് ഫോമാണ് ഗോ. പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ടെൻസിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ നോക്കാം. ഗോ, നമ്മൾ ഗോ യൂസ് ചെയ്യുന്നത് പ്ലൂറൽ ഫോമിൻ്റെ ഒന്ന് വെച്ചാണ് കേട്ടോ. പ്ലൂറൽ എന്ന് വെച്ചാൽ ബഹുവചനമാണ് അല്ലേ. അപ്പോൾ ഐ, യു, ദേ, വി ഒക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ, യു എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ബഹുവചനമായിട്ടാണ് കാണുന്നത് കേട്ടോ. അത് ഒരാളാണെങ്കിൽ, ഇപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളാണെങ്കിലോ എങ്കിൽ കൂടി ഇത് ബഹുവചനമായിട്ടാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കാണുന്നത്. ഓക്കെ, പ്ലൂറൽ ഫോമിനൊപ്പമാണ് ഐ, യു, ദേ, വി ഒക്കെ. അപ്പോൾ ഇതിന് എക്സാമ്പിൾ നോക്കാം. വി, അപ്പോൾ വി ഗോ, ഞങ്ങൾ പോകുന്നു. വേർ ഡു യു ഗോ, നീ എവിടേക്കാണ് പോകുന്നത്? ഐ ഗോ ടു ദ മാർക്കറ്റ്, ഞാൻ മാർക്കറ്റിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ ഗോ യൂസ് ചെയ്യുന്നത് മനസ്സിലായല്ലോ അല്ലേ.